നേരം വന്നിട്ടുണ്ട് അല്ലേ? ഇപ്പൊ ഞാൻ നക്ഷത്രനെ കൊണ്ടാക്കിട്ട് ഇപ്പൊ ഞാനിവിടെ എത്തിനത്രേ. നാരാട്ടൻ രാവിലെ പറമ്പിലേക്ക് പോയിന്, ചായ കുടിക്കാണ്ടാന്ന് പോയിന്. ഇന്ന് അരി വേവിച്ചതാക്കിനെ. ഇപ്പൊ വന്നാട് എന്തെങ്കിലും തിന്നാൻ ചോദിക്കും, പഴങ്കഞ്ഞോ ഒന്നെങ്കിൽ ഉണ്ടണേ ചോദിക്കും. അപ്പൊ ഇത് അത്രേ ഇല്ലു, പഴങ്കഞ്ഞി ഇത്രേ ഇല്ലു. അപ്പൊ ഇതിനെ കൊണ്ടൊരു ചെറിയൊരു പലഹാരാക്കിട്ട് കൊടുക്കാനായിരിക്കുന്നു. വരുന്നുണ്ട്. പന്നിയെ കൊണ്ട് ഒരു രക്ഷയില്ല. ആ ചേമ്പ് നട്ടാലിന് കുത്തി കളഞ്ഞ ആ 2-3 ചേമ്പ് കെട്ടിട്ടാടാ, അതെല്ലാം പന്നി കുത്തി കളഞ്ഞിന്. വേണം തേങ്ങ വരെ തിന്നു പറ്റിങ്ങ, ഒരു രക്ഷയില്ല. എന്ന് കടുത്ത് വെച്ചാ ഭയങ്കര ബെസ്പ്. ഓ അതെയാ, നിങ്ങളോട് നടുമ്പേ ഞാൻ പറഞ്ഞു അവിടെ കൊണ്ടുപോയിട്ട് നടണ്ടാന്ന്, പന്നി വെച്ചക്കൂലാന്ന്. അതെങ്ങനെയാന്ന് നിങ്ങൾ അച്ഛനും മോനും ഇങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റൂലല്ലോ, എന്നായിട്ട് എടുക്കണല്ലോ. ഒന്നും നട്ടുണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പോയി ഇനി പറഞ്ഞെന്ന കാര്യം. ഓ അച്ഛൻ ഗണപതി നേരം പറിച്ചത് നീ അല്ലേ? അച്ഛൻ പറിച്ചല്ലേ? നീ പറിച്ചതാ? നീ ആ പഴങ്കഞ്ഞാറ്റ എടുത്ത് നോക്കി, നല്ല വിശപ്പ് വെച്ചു കേട്ടാ. രാവിലെ ഒന്നും കഴിക്കാതെ പോയല്ലേ. ഞാൻ കുഞ്ഞിനെ കൊണ്ടാക്കിട്ട് വരുമ്പോ അച്ഛനിട്ട് നാരങ്ങ ഒരുക്കാൻ പോകുന്നു കയ്യാണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ പറിച്ചുതരാം. എന്നിട്ട് എന്നോട് പറഞ്ഞു അത് അങ്ങോട്ട് എടുത്തോ, നാരങ്ങ അച്ചാറാക്കിട്ട് തന്നാ മതി. അതാണത്. പഴങ്കഞ്ഞി ഇല്ല കേട്ടാ. ഇന്നലെ മീൻകറി ആയതുകൊണ്ട് എല്ലാരും ഇന്നലെ കഴിച്ചിട്ടല്ലോണം. ഇത്ര പേരേ ഇല്ലൂതാ. ഇതിനെ കൊണ്ട് ഞാനൊരു പലഹാരാക്കി തരേ, പെട്ടെന്നാക്കി തരാം. ഒരു 5 മിനിറ്റ് ആടെ. ഓ മീൻകറി ഉണ്ടായതുകൊണ്ട് ഇന്ന് രാത്രി കുറച്ച് അധികം ചോറ് തിന്നി. പിള്ളേർ നല്ലോണം തിന്നിയല്ല. എന്നപ്പോ നീ എന്തെങ്കിലും ആക്കത്താ. എന്നാ പഴങ്കഞ്ഞാണ് ആക്കുന്നത്. അത് നിങ്ങൾ കണ്ടോ, ആദ്യം ഒരു ഗ്ലാസ്സിൽ ഇട്ടിട്ടുണ്ടേ, മിക്സിയിൽ. പഴങ്കഞ്ഞ ഒരു ഗ്ലാസ് പഴങ്കഞ്ഞി കിട്ടും. പിന്നെയോ ഒരു മുട്ട പൊട്ടിച്ചിട്ടാണ്. മുട്ട തോടോടെയാ? ആ നിങ്ങൾക്ക് തോടോടെ ഒരു മുട്ട പൊട്ടിച്ച് വെക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടേ. ഇത് നല്ല പേസ്റ്റ് രൂപത്തില് അടിച്ചെടുക്കണം. അതെയാ? എന്നാ പിന്നെ അരച്ചെടുക്ക്, വേഗം അരച്ചെടുത്തിട്ട് വരാം. നോക്ക്. അല്ല പഴങ്കഞ്ഞി മുട്ടയും അരച്ചെടുത്തിട്ടുണ്ടേ. ഇത് ഇന്ന് കിട്ടുന്നില്ല, എന്താ പറയാ, മുട്ടേനെ കൂട്ടിട്ടു നല്ല പേസ്റ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ? അടുത്ത പരിപാടി കുറച്ചു മൈദപ്പൊടി ഇട്ടിട്ട് കുഴക്കണം. അപ്പൊ കുറേശ്ശെ മൈദപ്പൊടി ഇടുന്നുണ്ട്, കുഴച്ചെടുക്കണം അല്ലേ? എങ്ങനെ പരത്താൻ വേണ്ടിട്ടാ? പരത്തണം. ചപ്പാത്തിക്ക് വയ്ക്കുന്ന പോലെ അങ്ങനെ പരത്താൻ പാകത്തിന് അപ്പൊ കുഴച്ചെടുക്കുന്നുണ്ട്. പറ്റിക്കൊണ്ടിരിക്കുന്ന കുറച്ച് വെളിച്ചെണ്ണ ആക്കി കഴിഞ്ഞാല് കുഴച്ചെടുക്കാം അല്ലേ? കൈക്ക് പറ്റാതെ പറ്റും. പ്രത്യേകിച്ച് മൈദപ്പൊടി ആകുമ്പോ പറ്റും. മൈദപ്പൊടി ഗോതമ്പൊടി ഉണ്ടാക്കിക്കൂടെ? പക്ഷെ മൈദപ്പൊടിയ ടേസ്റ്റ്. ഇത് പൊറോട്ടക്ക് വായിക്കുന്ന പോലെ തന്നെയല്ല? പൊറോട്ടക്ക് വായിക്കുന്ന പോലെ തന്നെയല്ല? നല്ലോണം കുഴക്കണം. അപ്പൊ അതവിടെ മൈദ നല്ല വൃത്തി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഉണ്ടയാക്കിനല്ല പൊറോട്ടയെ പോലെ. അപ്പൊ വെളിച്ചെണ്ണ നമ്മുടെ പലയില് നല്ലോണം തേച്ച് പിടിക്കുന്നുണ്ടല്ലേ? അടുത്തത് ഉണ്ടയാക്കുന്നുണ്ടല്ലേ? പരത്തിയെടുക്കണം അല്ലേ? ഇപ്പൊ ഇത് പരത്തിയെടുക്കണം. വെളിച്ചെണ്ണ തടിയിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അല്ലേ? ഇപ്പൊ ഇത് പരത്തട്ടെ. ഇത് വെളിച്ചെണ്ണയിൽ കുറച്ച് മൈദ മാവാണേ, പേസ്റ്റ് രൂപത്തിലാക്കിയത് അല്ലേ? അതോ തടി കൊടുക്കണം? ഇതെന്നാണ്? ഇത് മൈദയും വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഇങ്ങനെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇതിന്റെ നടുക്ക് ഇങ്ങനെ ഒന്ന് തടി കൊടുക്കണം. ഇതിനെ ചുരുട്ടി എടുക്കണം അല്ലേ? പണിയെല്ലാം ഉണ്ട്. കൊയ ശരിയായിട്ടെങ്കിൽ പിന്നെ പണിയെടുത്തേ. ഇനി കത്തിക്ക് ദേശം വെളിച്ചെണ്ണ തടിയിട്ട് വെളിച്ചെണ്ണ തടുക എന്നിട്ട് ഇങ്ങനെ മുറിക്കുക. വലുതാണെങ്കിൽ വലുതാക്കാം. നല്ല മുറിച്ചെടുക്കത്തുള്ള പൊറോട്ട തന്നെയല്ലേ ഇത്?
കുഞ്ഞി പൊറോട്ട ഇനി ഇടാൻ കഴിയില്ല അതാവട്ടെ ഇതാവും മതിയില്ലേ ആവട്ടെ കേട്ടോ ഇത് ആദ്യത്തെ ഉണ്ടാവും ഇതായി അടുത്തത് വെളിച്ചെണ്ണ തീറ്റേ മൂന്നെണ്ണം കൂടി ഇട്ടിട്ടുണ്ടേ ആവട്ടെ കൂടി ആവട്ടെ കുഞ്ഞി പൊറോട്ട അല്ലേ അപ്പൊ ഇതെല്ലാം ഒന്ന് ആക്കിയെടുക്കട്ടെ കേട്ടോ പരത്തുക എളുപ്പത്തിലാക്കാം അടിക്കും പിടിക്കൊന്നും വേണ്ടല്ലോ അല്ലേ പൊരിയിട്ട് കുറച്ചുകൊണ്ട് പൊന്തി വരുന്നുണ്ടല്ലേ ചോറ് കൂട്ടി കൊണ്ടാ നല്ല സോഫ്റ്റ് ആയിക്കല്ലേ സംഭവം ഇത് ലെയറിലും ഉണ്ടോ ഉണ്ടാ എന്താ പൊളിച്ച ഡീറ്റെയിൽ അങ്ങനെ എന്താ ലതയുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിക്കാൻ പോവുകയാണ്. സോയാബീൻ മസാലക്കറി ഉണ്ട്. ആദ്യം ലതക്കന്നെ ഒന്ന് കൊടുക്കുക, ആക്കിയവരിക്കന്നെ. എന്താ ഇതാ കറി നോക്കിക്കോ. രസമുണ്ടാ? പിന്നെ പൊറോട്ടയുടെ ടേസ്റ്റാ? നല്ല സോഫ്റ്റ് ഉണ്ടോ അല്ല അതിനെക്കാട്ടി? കുറച്ചുകൂടി വെലിങ്ങനെ ആക്കണം. വേഗം വേഗം ആക്കുന്നുണ്ട്, കുറച്ച് ചെറുതാക്കും. അപ്പം അതും ഉണ്ടാവും അല്ല നല്ല സോഫ്റ്റ് പൊറോട്ടൻ്റെ ഇതല്ല അല്ലേ? എന്നാൽ പിന്നെ ഞാനും കഴിക്കട്ടെ. ഇതാ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് കുറേ എണ്ണം കഴിക്കേണ്ടി വരുമല്ല. 1 2 3 4 മതി. നല്ല ഇതുണ്ട് അല്ലേ? സോഫ്റ്റ് വന്ന് അതിൻ്റെ ചെറിയ ലെയറും ലെയറും വന്നിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ നല്ല ബീഫ് കറി വേണം. സോയാബീൻ മസാല സ്വന്തം കഴിച്ചോണ്ടാ. ഇതേപോലെ എളുപ്പത്തിലാക്കാൻ പറ്റും കേട്ടോ. എന്നുവെച്ചാൽ പൊറോട്ടയെല്ലാം വളർന്ന് കുഞ്ഞുങ്ങളിങ്ങനെ വാശി പിടിക്കുമ്പോൾ നമുക്ക് ഈ അടിക്കാൻ തന്നെ സംഭവം ഇതാക്കാം. പൊറോട്ട അടിക്കാൻ ഭയങ്കര പണിയല്ല. ഇതാക്കി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നല്ലോണം തിന്നു. മൊത്തം മൈദപ്പൊടി അല്ലല്ലോ, പഴങ്കഞ്ഞി ഉണ്ടല്ലോ. അപ്പോൾ വയറ്റിനും ഇത് പ്രശ്നം ഉണ്ടാവില്ല.
രാവിലെ ആക്കാൻ പറ്റിയ നല്ല സാധനങ്ങളാ. രാവിലെ നല്ല മുട്ടക്കറിയോ സാമ്പാറായാലും മതി. ബീഫ് അങ്ങനെ ഉത്തമം. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ലാതെ ഒന്ന് പരീക്ഷിച്ച് നോക്കി കേട്ടാ. പണിയൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ ഞാൻ കഴിക്കട്ടോ.